2 സാമുവൽ അധ്യായം 9. ദാവീദും മെഫിബോശത്തും. ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി. സാവൂളിന്റെ ഭവനത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. അവനെ ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. നീയാണോ സീബ? ദാവീദ് ചോദിച്ചു. അതെ, അടിയൻ തന്നെ, അവൻ മറുപടി പറഞ്ഞു. രാജാവ് അവനോട് ചോദിച്ചു, ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിന്റെ കുടുംബത്തിൽ ഇനി ആരുമില്ലേ? ജോനാഥാന് ഒരു മകനുണ്ട്, അവൻ മുടന്തനാണ്. സീബ പറഞ്ഞു. അവൻ എവിടെ? രാജാവ് ചോദിച്ചു. അവൻ ലോദെബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട്. സീബ പറഞ്ഞു. അപ്പോൾ ദാവീദ് ലോദെബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി. സാവൂളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോശത്ത് ദാവീദിന്റെ അടുക്കൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു. മെഫിബോശത്ത്, ദാവീദ് വിളിച്ചു. അടിയൻ ഇതാ. അവൻ വിളി കേട്ടു. ദാവീദ് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും. നിന്റെ പിതാമഹനായ സാവൂളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കിത്തരും. നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ചത്ത നായയ്ക്ക് തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ. മെഫിബോശത്ത് നമിച്ചുകൊണ്ട് പറഞ്ഞു. രാജാവ് സാവൂളിന്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു, സാവൂളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് നൽകിയിരിക്കുന്നു. നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം. മെഫിബോശത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും. സീബയ്ക്ക് 15 പുത്രന്മാരും 20 ദാസന്മാരുമുണ്ടായിരുന്നു. എൻ്റെ യജമാനനായ രാജാവ് കൽപ്പിക്കുന്നതുപോലെ അടിയൻ ചെയ്യാം, സീബ പറഞ്ഞു. അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫിബോശത്ത് ദാവീദിന്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു. മെഫിബോശത്തിന് ഒരു കൊച്ചുമകൻ ഉണ്ടായിരുന്നു, മീക്ക. സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഫിബോശത്തിന്റെ ദാസന്മാരായി തീർന്നു. അങ്ങനെ മെഫിബോശത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ 2 കാലിനും മുടന്തായിരുന്നു. 2 സാമുവൽ അധ്യായം 10. അമ്മോന്യരെയും സിറിയക്കാരെയും തോൽപ്പിക്കുന്നു. അമ്മോന്യരുടെ രാജാവ് മരിച്ചു. അവന്റെ മകൻ ഹാനൂൻ രാജാവായി. അപ്പോൾ ദാവീദ് പറഞ്ഞു, നാഹാഷ് എന്നോട് കാണിച്ചതുപോലെ അവന്റെ മകൻ ഹാനൂനോടും ഞാൻ ദയ കാണിക്കും. പിതാവിന്റെ മരണത്തിൽ അനുശോചനമറിയിക്കാൻ ദാവീദ് ഒരു സംഘം ദൂതന്മാരെ ഹാനൂന്റെ അടുത്തേക്ക് അയച്ചു. അവർ അമ്മോന്യരുടെ ദേശത്ത് എത്തി. എന്നാൽ അമ്മോന്യ പ്രഭുക്കന്മാർ രാജാവായ ഹാനൂനോട് പറഞ്ഞു, നിന്നെ ആശ്വസിപ്പിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചത് നിന്റെ പിതാവിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവർ ഒറ്റുകാരാണ്. നഗരം നശിപ്പിക്കാനുള്ള മാർഗം അറിയാനാണ് അവൻ അവരെ അയച്ചിരിക്കുന്നത്. ഹാനൂൻ ദാവീദിന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടി പകുതി വീതം ക്ഷൗരം ചെയ്യിച്ചും വസ്ത്രം നടുവിൽ നിതംബം വരെ കീറിയും വിട്ടയച്ചു. ദാവീദ് അതുകേട്ട് അത്യന്തം അപമാനിതരായ അവരോട് ആളയച്ച് പറഞ്ഞു, താടി വളരും വരെ ജെറീക്കോയിൽ താമസിക്കുവിൻ, പിന്നെ മടങ്ങിപ്പോകുവിൻ. ദാവീദിന്റെ ശത്രുത സമ്പാദിച്ചുവെന്ന് ഗ്രഹിച്ചപ്പോൾ അമ്മോന്യർ ബത്രേഹോബിലെയും സോബായിലെയും സിറിയക്കാരിൽ നിന്ന് 20,000 കാലാൾപ്പടയെയും 1000 പേരോടുകൂടെ മാഖ രാജാവിനെയും തോബിൽ നിന്ന് 12,000 പേരെയും കൂലിക്കെടുത്തു. അത് കേട്ട് ദാവീദ് യോവാബിനെ സകല വീരപടയാളികളുമായി അയച്ചു. അമ്മോന്യർ നഗരവാതിൽക്കൽ അണിനിരന്നു. സോബായിലെയും റാഹോബിലെയും സിറിയക്കാരും തോബിലെയും മാഖായിലെയും പടയാളികളും വെളിമ്പ്രദേശത്ത് നിലയുറപ്പിച്ചു. ശത്രു സൈന്യം മുൻപിലും പിൻപിലും നിലയുറപ്പിച്ചിരിക്കുന്നെന്ന് കണ്ടപ്പോൾ യോവാബ് ഇസ്രായേലിന്റെ അതിധീരരായ ഒരു കൂട്ടം പടയാളികളെ തിരഞ്ഞെടുത്ത് സിറിയാക്കാർക്കെതിരെ അണിനിരത്തി. ശേഷിച്ച സൈന്യത്തെ തന്റെ സഹോദരൻ അബിഷായിയുടെ ചുമതലയിലേൽപ്പിച്ചു. അബിഷായി അവരെ അമ്മോന്യർക്കെതിരെ അണിനിരത്തി.
യോവാബ് അബിഷായിയോട് പറഞ്ഞു, സിറിയക്കാർ എന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ നീ വന്ന് എന്നെ സഹായിക്കുക. അമ്മോന്യർ നിന്നെ തോൽപ്പിക്കുമെന്ന് കണ്ടാൽ ഞാൻ വന്ന് നിന്നെ സഹായിക്കാം. ധൈര്യമായിരിക്കുക. നമ്മുടെ ജനത്തിനു വേണ്ടിയും നമ്മുടെ ദൈവത്തിൻ്റെ നഗരങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ധീരമായി പോരാടാം. ദൈവേഷ്ടം പോലെ ഭവിക്കട്ടെ. അങ്ങനെ യോവാബും കൂടെയുള്ള സൈന്യവും സിറിയക്കാരോട് യുദ്ധം ചെയ്യാനടുത്തു. അവർ പലായനം ചെയ്തു. സിറിയക്കാർ തോറ്റോടുന്നത് കണ്ടപ്പോൾ അമ്മോന്യരും അബിഷായിയുടെ മുൻപിൽ നിന്നോടി നഗരത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരോടുള്ള യുദ്ധം അവസാനിപ്പിച്ച് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചെന്നു കണ്ടപ്പോൾ സിറിയക്കാർ ഒരുമിച്ച് കൂടി. ഹദദേസർ ആളയച്ച് യൂഫ്രട്ടീസ് നദിക്കപ്പുറത്തുള്ള സിറിയക്കാരെ വരുത്തി. ഹദദേസറിന്റെ സൈന്യാധിപനായ ഷോബെക്കിന്റെ നേതൃത്വത്തിൽ അവർ ഹേലാമിലേക്ക് വന്നു. ദാവീദ് അതറിഞ്ഞ് ഇസ്രായേലിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ജോർദാൻ കടന്ന് ഹേലാമിലെത്തി. സിറിയക്കാർ ദാവീദിനെതിരെ അണിനിരന്ന് യുദ്ധം ചെയ്തു. സിറിയക്കാർ ഇസ്രായേലിന്റെ മുൻപിൽ തോറ്റോടി. 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും ദാവീദ് കൊന്നു. അവരുടെ സൈന്യാധിപനായ ഷോബെക്ക് മുറിവേറ്റ് അവിടെ വച്ചു മരിച്ചു. ഇസ്രായേൽ തങ്ങളെ തോൽപ്പിച്ചുവെന്ന് കണ്ടപ്പോൾ ഹദദേസറിന്റെ സാമന്തന്മാർ ഇസ്രായേലുമായി ഉടമ്പടി ചെയ്തു ആശ്രിതരായി. അതിനുശേഷം അമ്മോന്യരെ സഹായിക്കാൻ സിറിയക്കാർക്ക് ഭയമായി. 2 സാമുവൽ അധ്യായം 11. ദാവീദും ബത്ഷെബായും. അടുത്ത വസന്തത്തിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകാറുള്ള സമയത്ത് ദാവീദ് യോവാബിനെയും തൻ്റെ സേവകന്മാരെയും ഇസ്രായേൽ സൈന്യം മുഴുവനെയും അയച്ചു. അവർ അമ്മോന്യരെ തകർത്ത് റബ്ബാ നഗരം വളഞ്ഞു. ദാവീദ് ജെറുസലേമിൽ താമസിച്ചു. ഒരു ദിവസം സായാഹ്നത്തിൽ ദാവീദ് കിടക്കയിൽ നിന്നെഴുന്നേറ്റ് കൊട്ടാരത്തിൻ്റെ മട്ടുപാവിൽ ഉലാത്തുമ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവൾ അതീവ സുന്ദരിയായിരുന്നു. ദാവീദ് ആളയച്ച് അവൾ ആരെന്ന് അന്വേഷിച്ചു. എലിയാമിൻ്റെ മകളും ഹിത്യനായ ഊറിയായുടെ ഭാര്യയുമായ ബത്ഷെബയാണ് അവൾ എന്നറിഞ്ഞു. അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ദാവീദ് ആളയച്ചു. അവൾ വന്നപ്പോൾ അവൻ അവളെ പ്രാപിച്ചു. അവൾ ഋതുസ്നാനം കഴിഞ്ഞിരുന്നതേയുള്ളൂ. അവൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അവൾ ഗർഭം ധരിച്ചു. അവൾ ആളയച്ച് ദാവീദിനെ വിവരമറിയിച്ചു. അപ്പോൾ ദാവീദ് യോവാബിന് ഒരു സന്ദേശം കൊടുത്തയച്ചു. ഹിത്യനായ ഊറിയായെ എൻ്റെ അടുക്കലേക്ക് അയക്കുക. യോവാബ് ഊറിയായെ അങ്ങോട്ടയച്ചു. ഊറിയ വന്നപ്പോൾ ദാവീദ് യോവാബിൻ്റെയും പടയാളികളുടെയും ക്ഷേമവും യുദ്ധവർത്തമാനവും അന്വേഷിച്ചു. പിന്നെ ദാവീദ് ഊറിയായോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി അല്പം വിശ്രമിക്കുക. ഊറിയ കൊട്ടാരത്തിൽ നിന്നു പോയി. രാജാവ് അവനൊരു സമ്മാനവും കൊടുത്തയച്ചു. എന്നാൽ ഊറിയ വീട്ടിൽ പോയില്ല. കൊട്ടാരം കാവൽക്കാരോടൊപ്പം പടിപ്പുരയിൽ കിടന്നുറങ്ങി. ഊറിയ വീട്ടിൽ പോയില്ലെന്ന് ദാവീദ് അറിഞ്ഞു. നീ യാത്ര കഴിഞ്ഞു വരികയല്ലേ, വീട്ടിലേക്ക് പോകാത്തതെന്ത്? ദാവീദ് ഊറിയായോട് ചോദിച്ചു. ഇസ്രായേലും യൂദായും യുദ്ധരംഗത്താണ്. പേടകവും അവരോടൊപ്പമുണ്ട്. എൻ്റെ യജമാനനായ യോവാബും അങ്ങയുടെ സേവകരും വെളിംപ്രദേശത്ത് താവളമടിച്ചിരിക്കുന്നു. അങ്ങനെയിരിക്കെ വീട്ടിൽ ചെന്ന് തിന്നു കുടിച്ച് ഭാര്യയുമായി രമിക്കാൻ എനിക്കെങ്ങനെ കഴിയും? അങ്ങാണെ എനിക്കത് സാധ്യമല്ല, ഊറിയ പറഞ്ഞു. അപ്പോൾ ദാവീദ് ഊറിയായോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇന്നും നീ ഇവിടെ താമസിക്കുക. നാളെ നിന്നെ മടക്കി അയക്കാം. അങ്ങനെ അന്നും പിറ്റേന്നും ഊറിയ ജെറുസലേമിൽ താമസിച്ചു. ദാവീദ് അവനെ ക്ഷണിച്ചു. അവൻ രാജസന്നിധിയിൽ ഭക്ഷിച്ചു പാനം ചെയ്തു. ദാവീദ് അവനെ കുടിപ്പിച്ച് മത്തനാക്കി. എന്നിട്ടും രാത്രി അവൻ വീട്ടിലേക്ക് പോയില്ല. രാജഭൃത്യന്മാരോടുകൂടെ തൻ്റെ വിരിപ്പിൽ കിടന്നു. രാവിലെ ദാവീദ് ഊറിയായുടെ കൈവശം യോവാബിന് ഒരു എഴുത്തു കൊടുത്തയച്ചു. അവൻ ഇങ്ങനെ എഴുതി: ഉഗ്രയുദ്ധം നടക്കുന്നിടത്ത് ഊറിയായെ മുന്നണിയിൽ നിർത്തുക. പിന്നെ അവൻ വെട്ടേറ്റു മരിക്കേണ്ടതിന് അവനെ വിട്ട് പിൻവാങ്ങുക. യോവാബ് നഗരം വളയവേ ശത്രുക്കൾക്ക് ശക്തിയുള്ള ഒരു സ്ഥാനത്ത് ഊറിയായെ നിർത്തി. ശത്രുസൈന്യം യോവാബിനോട് യുദ്ധം ചെയ്തു. ദാവീദിന്റെ പടയാളികളിൽ ചിലർ കൊല്ലപ്പെട്ടു. ഊറിയായും വധിക്കപ്പെട്ടു.
യോവാബ് ആളയച്ച് യുദ്ധവാർത്ത ദാവീദിനെ അറിയിച്ചു. അവൻ ദൂതന് നിർദ്ദേശം നൽകി. യുദ്ധവാർത്ത രാജാവിനെ അറിയിക്കുമ്പോൾ രാജാവ് കോപിച്ച് നഗരത്തോട് ഇത്ര ചേർന്നു നിന്ന് യുദ്ധം ചെയ്തതെന്തിന്? മതിലിൽ നിന്നുകൊണ്ട് അവർ എയ്യുമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. യെരൂബേഷത്തിൻ്റെ മകനായ അബിമലക് മരിച്ചതിങ്ങനെയെന്നറിഞ്ഞുകൂടെ? തേബസിൽ വച്ച് മതിലിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീ തിരികല്ല് അവൻ്റെ മേൽ ഇട്ടതുകൊണ്ടല്ലേ? നിങ്ങൾ മതിലിനോട് ഇത്രയടുത്ത് ചെന്നതെന്തിന് എന്ന് ചോദിച്ചാൽ, നിന്റെ ഹിത്യനായ ദാസൻ ഊറിയായും മരിച്ചു എന്ന് നീ പറയണം. ദൂതൻ യോവാബ് കൽപ്പിച്ചതുപോലെ ദാവീദിനോട് പറഞ്ഞു. ശത്രുക്കൾ നമ്മേക്കാൾ ശക്തരായിരുന്നു. അവർ നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് വെളിമ്പ്രദേശത്ത് നമുക്കെതിരെ വന്നു. പക്ഷേ നഗരവാതിൽക്കലേക്ക് നാം അവരെ തിരിച്ചോടിച്ചു. അപ്പോൾ അവർ മതിലിൽ നിന്ന് നമ്മുടെ നേരെ അമ്പയച്ചു. തിരുമേനി, അവിടുത്തെ ദാസന്മാരിൽ ചിലർ കൊല്ലപ്പെട്ടു. അവിടുത്തെ ദാസനായ ഹിത്യൻ ഊറിയായും മരിച്ചു. ദാവീദ് ദൂതനോട് കൽപ്പിച്ചു, ഇതുകൊണ്ട് അധീരനാകരുത്. ആരൊക്കെ യുദ്ധത്തിൽ മരിക്കുമെന്ന് മുൻകൂട്ടി പറയാൻ ആർക്കുമാവില്ല. ആക്രമണം ശക്തിപ്പെടുത്തി നഗരത്തെ തകർത്തു കളയുക എന്ന് പറഞ്ഞ് യോവാബിനെ നീ ധൈര്യപ്പെടുത്തുക. ഭർത്താവ് മരിച്ചെന്നു കേട്ടപ്പോൾ ഊറിയായുടെ ഭാര്യ അവനെ ചൊല്ലി വിലപിച്ചു. വിലാപകാലം കഴിഞ്ഞപ്പോൾ ദാവീദ് അവളെ കൊട്ടാരത്തിൽ വരുത്തി. അവൾ അവന് ഭാര്യയായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. പക്ഷേ ദാവീദിൻ്റെ പ്രവൃത്തി കർത്താവിന് അനിഷ്ടമായി.